പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ വെടിവെച്ചിട്ട ഡ്രോണിന്റെ ദൃശ്യം പുറത്തുവിട്ട് റഷ്യ. കഴിഞ്ഞ ദിവസം യുക്രൈൻ തൊടുത്തുവിട്ട ഡ്രോണാണെന്ന് അവകാശപ്പെട്ടാണ് റഷ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മഞ്ഞു പുതഞ്ഞ സ്ഥലത്ത് തകർന്നു കിടക്കുന്ന ഡ്രോണാണ് റഷ്യ പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ളത്. ഇത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. വെടിവെച്ചിട്ട ഡ്രോൺ മനുഷ്യജീവനെടുക്കുവാനും നാശനഷ്ടമുണ്ടാക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പരാമർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നോവ്ഗോറോദിയിലെ വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചത്. എല്ലാ ഡ്രോണുകളും തകർത്തെന്നും ഇത്തരം അന്വേഷണങ്ങൾ സാധാരണയായി സൈന്യം കൈകാര്യം ചെയ്യാറുണ്ടെന്നും റഷ്യൻ അധികൃതർ അറിയിച്ചു. ഇത്രയും വലിയൊരു ഡ്രോൺ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികച്ച ഏകോപനത്തിലൂടെ തകർത്തതിന്റെ പ്രത്യേകം തെളിവുകൾ നൽകേണ്ടതില്ലെന്ന് കരുതുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചയിൽ റഷ്യ നിലപാട് കടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ചർച്ച കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് ആരോപണമുയർന്നത്. വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ നോവ്ഗോറോഡ് മേഖലയിലുള്ള പുടിന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി യുക്രൈൻ 91 ദീർഘദൂര ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവ്റോവാണ് ആരോപണമുന്നയിച്ചത്. സംഭവ സമയത്ത് പുടിൻ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇത്തരമൊരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് സമാധാന ചർച്ചയിലെ റഷ്യയുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്നും ലാവ്റോവ് പറഞ്ഞു. അതേസമയം ആരോപണം നിഷേധിച്ച യുക്രൈൻ രംഗത്തെത്തി. സമാധാന ശ്രമങ്ങളെ തകർക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കെട്ടിച്ചമച്ച കഥയാണിതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇത് പതിവ് റഷ്യൻ നുണകളിലൊന്നാണെന്ന് പറഞ്ഞ സെലൻസ്കി യുക്രൈനെതിരെ റഷ്യ തുടരെ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കാനാണ് ഈ ആരോപണമെന്നും പറഞ്ഞു.